നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന നമ്മുടെ ആരോഗ്യമന്ത്രിക്കെതിരായ അക്രമം എന്തായിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു കള്ളപ്രചരണം നടത്തി വീണയെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള CPMൻ്റെ ശ്രമം പാടെ പൊളിഞ്ഞു പോകുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നൊരു ചാനൽ 24 ആണ്. 24 ഉൾപ്പെടെയുള്ള ചാനലുകൾ നടത്തിയ ശ്രമം വീണയെ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കുന്നതിനെ ന്യായീകരിക്കുന്ന തരത്തിലാണ്. ഇന്നലെ രാത്രി മുഴുവനും അവർ നടത്തിയ പ്രചരണം KSU പ്രവർത്തകർ ആക്രമിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് വീണയ്ക്ക് പരിക്ക് പറ്റിയെന്ന്. പക്ഷേ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ, ഞാൻ വളരെ കുറച്ച് സമയമാണ് ഏഷ്യാനെറ്റ് കാണാറുള്ളത്, എന്നാലും ചില വാർത്തകൾ വരുമ്പോൾ എല്ലാ ചാനലുകളും ഒന്ന് മാറ്റി നോക്കാറുണ്ട്. ഒരു ചാനലിലും വീണയ്ക്കെതിരായി ഒരു അക്രമം നടന്നതായിട്ട് കാണിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ ചാനലുകളും അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമറകളും ഉണ്ടായിരുന്നിട്ടും വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറയുന്ന ദൃശ്യം ആർക്കും കിട്ടിയില്ല. അവസാനം CPMൻ്റെ സൈബർ വിഭാഗവും ഗോവിന്ദനും മറ്റും ചേർന്ന് ഒരു ക്ലിപ്പ് കണ്ടെത്തി. ഒരു കറുത്ത കോട്ട് വീണ ജോർജിൻ്റെ കഴുത്തിനരികിലേക്ക് പോകണം. അതെന്താണെന്നും ഇപ്പോൾ വളരെ വ്യക്തമായിരിക്കുന്നു. നാണക്കേടെന്ന് പറയട്ടെ, അത് ആരായിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാണ്. കറുത്ത കോട്ടിട്ട വീണ ജോർജിനൊപ്പം ഉണ്ടായിരുന്ന ഗൺമാൻ്റെ ഒരു കോട്ടിൻ്റെ കളറാണ് KSU പ്രവർത്തകരെന്ന് പറയുന്നത്. നമ്മളൊക്കെ കണ്ടതാണ് പലവട്ടം പല ചാനലുകളിൽ നിന്നും, ഞാനുൾപ്പെടെ നിങ്ങളെല്ലാവരും കണ്ടിരിക്കുമെന്നറിയാം. 4-5 KSU പ്രവർത്തകരാണ് അവിടെ എത്തിയത്. പോലീസാകട്ടെ 50-ലധികം പോലീസുണ്ടായിരുന്നു. അപ്പോൾ ഈ 50-ലധികം പോലീസുകാരുടെ ഇടയിലൂടെ മന്ത്രിക്കടുത്തെത്താൻ ആ KSU പ്രവർത്തകർ കഴിയുമോ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വീണ ജോർജിന് ശരിക്കും എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്താണെന്ന് നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ TV-യിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത് പോലീസുകാരുമായി, വനിതാ പോലീസുമായും വനിതാ SIയുമായിട്ടുമൊക്കെ വീണ ജോർജ് നടത്തിയ മൽപ്പിടുത്തം, ശക്തമായ മൽപ്പിടുത്തം KSU പ്രവർത്തകർക്ക് അടുത്തേക്ക് ഓടിയെത്തുവാനായി വീണ ജോർജ് നടത്തി. ആ മൽപ്പിടുത്തത്തിൽ ഒരുപക്ഷെ കഴുത്തിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും ആശുപത്രിയിൽ ഇപ്പോൾ അഡ്മിറ്റാണ്. വളരെ ഗുരുതരാവസ്ഥയിൽ നിന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വാദം. എന്തൊരു നാണം കെട്ട വാദം! പണ്ടത്തെ കാലത്താണെങ്കിൽ ചാനലും മറ്റുമില്ലായിരുന്നൊരു കാലത്ത് പത്രങ്ങളിൽ കൂടെ വരുന്ന വാർത്ത മാത്രമാണ് നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കുന്നത്. അന്നാണെങ്കിൽ ദേശാഭിമാനമുള്ള പത്രങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫോട്ടോ കൊടുത്ത് അത് പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കും. ഇന്നത്തെ കാലത്ത് ഇതൊന്നും ജനം വിശ്വസിക്കില്ല എന്ന് മനസ്സിലാക്കുവാൻ CPMന് കഴിയുന്നില്ല. എല്ലാ കള്ളത്തെയും ന്യായീകരിച്ച് സത്യമാക്കാൻ അവർ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും തന്നെ നടക്കാറുമില്ല. പിന്നെ സ്പീക്കർ ഷംസീറിന് എന്താണ് പറ്റിയെന്നറിയില്ല. ഷംസീർ കണ്ടതാണോ കാണാത്ത പറയുകയാണോ എന്നറിയില്ല. പിന്നെ ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഷംസീറിനെ സീറ്റ് നൽകാതെ വെട്ടാനാണ്. അതിൽ നിന്നും രക്ഷപ്പെട്ട് സീറ്റ് കിട്ടാനുള്ളൊരു വഴിയാണോ നമ്മുടെ സ്പീക്കർ നോക്കുന്നത് എന്നുള്ള കാര്യം സംശയിക്കേണ്ടിയിരിക്കുകയാണ്. എന്തായാലും നാണം കെട്ടത് കൂട്ടത്തിൽ ഒന്നാമനായ സ്പീക്കർ തന്നെയുണ്ട്. സ്പീക്കർ കണ്ടു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറിയുന്ന വിവരം അനുസരിച്ച് ഈ സംഭവം നടക്കുമ്പോൾ സ്പീക്കർ അടുത്തില്ലായിരുന്നു, മറ്റൊരു പ്ലാറ്റ്ഫോമിലായിരുന്നു എന്നാണ് അറിയുന്നത്. എന്തായാലും സ്പീക്കർ എന്നുള്ള പദവിക്ക് തന്നെ അപമാനമാവുകയാണ് ഷംസീർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഗോവിന്ദൻ മാസ്റ്ററെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുറേ കാലമായി ഗോവിന്ദൻ ചെയ്യുന്നത് വളരെ നാണം കെട്ട വിധത്തിൽ പിണറായിക്ക് ജയ് വിളിക്കുക മാത്രമാണ്. മറ്റൊന്നും തന്നെ ഗോവിന്ദൻ ചെയ്തതായിട്ട് മനസ്സിലാകുന്നില്ല. അതുപോലെ തന്നെ 3-4 മന്ത്രിമാരും പിണറായി വിജയൻ എന്ത് ചെയ്താലും സിന്ദാബാദ് വിളിക്കുക, എങ്ങനെയെങ്കിലും അടുത്ത നിയമസഭയിൽ ഒരു സീറ്റ് നേടിയെടുക്കുക എന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന കുറേ ആളുകൾ അവർക്ക് ചുറ്റും ഉണ്ട്.